വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ഒരു വലിയ വെല്ലുവിളിയോടുകൂടിയുള്ള ചോദ്യമാണ് പൗലോസ് ഇവിടെ ഉന്നയിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആർ? പ്രവേശനം വളരെ ചിന്തിക്കേണ്ട ദൈവവചനമാണ്. ഒരു വെല്ലുവിളി പോലെ പൗലോസ് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വചനം പരിശുദ്ധമായി നമുക്ക് എഴുതി തരുന്നത്. നിരവധി കാര്യങ്ങളെ ക്രമപ്പെടുത്തി നമുക്ക് കാണിച്ചു തന്നിട്ട് ഇവകളെല്ലാം നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാമോ എന്നൊരു ചോദ്യം കൂടാണ്. അല്ലേ? ഈ ചോദിക്കുന്ന ചോദ്യത്തിന് അവസാനം എന്തായിരുന്നാലും ശരി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാർ എന്ന് ആവർത്തിക്കുമ്പോൾ അല്ലേലിയാണ്. എന്നെ കേൾക്കുന്ന പരിശ്രോതാമി, നാം ഉറച്ച് ചിന്തിക്കണം, ഉറച്ച് വിശ്വസിക്കണം, ഉറച്ച് സമർപ്പണമായിരിക്കണം, ദൃഢതയോടുകൂടി പറയണം. ഇത് നിങ്ങളെയും ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആരെയും പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ദൃഢവിശ്വാസമാണ് ഒരു ഭക്തന് ആവശ്യമെന്ന് പറയുന്നത്. രക്തം ചെയ്യും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, മനുഷ്യൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാ, കാര്യം കാണാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാ. ദൈവഹിതം അറിയാനോ ദൈവഹിതം ആരാഞ്ഞ് ജീവിക്കാനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിൽക്കുവാനോ ജനം ആഗ്രഹിക്കുന്നില്ല. എല്ലായിടത്തും സ്വാർത്ഥത. ഭവനത്തിലായിരുന്നാലും, ജീവിതത്തിലായിരുന്നാലും, കുടുംബത്തിലായിരുന്നാലും, ജോലി മേഖലയിലായിരുന്നാലും, ഏത് സ്ഥാപനങ്ങളിൽ ചെന്നാലും അവിടെ എല്ലാം സ്വാർത്ഥതയാണ് വളരുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം തണുത്തുപോയി. ദൈവമക്കളിൽ പോലും സ്വാർത്ഥത വളരുന്നു. ദൈവസ്നേഹം നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തന്നെ കാരണമായത്. ഹല്ലേലൂയ. അപ്പൊ ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആർ എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നത് കഷ്ടതയോ അല്ലെങ്കിൽ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇതിലേത് വന്നാലും പൗലോസ് പറയുന്നത് എന്റെ ജീവിതം ക്രിസ്തുവിൽ ഉറപ്പായിരിക്കും. നിന്റെ നിമിത്തം ഞങ്ങളെ ആടുകളെ പോലെ, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ഹല്ലേലൂയ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് രുചിച്ചറിഞ്ഞവനാണ് പൗലോസ്. ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയണം. രോഗം മാറാൻ വേണ്ടിയല്ല കർത്താവിനെ സ്നേഹിക്കേണ്ടത്, വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവിനെ സ്നേഹിക്കേണ്ടത്, മക്കളെ വിദേശത്ത് വിടാൻ വേണ്ടിയിട്ടും പണസമ്പാദ്യത്തിന് വേണ്ടിയിട്ടും അല്ല കർത്താവിനെ സ്നേഹിക്കേണ്ടത്, നിങ്ങളുടെ ഒരു താല്പര്യങ്ങൾക്കും വേണ്ടിയല്ല കർത്താവിനെ സ്നേഹിക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ട സ്നേഹത്തിന്റെ ആ ദൃഢമായ നിശ്ചയം നമ്മുടെ ഉള്ളിൽ വന്ന ജീവിതത്തിൽ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഏത് വന്നാലും അവിടെ നമ്മൾ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കണം. ചിലർക്ക് ആവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ ദൈവത്തെ സ്നേഹിക്കുന്നത്. ആവശ്യം കഴിയുമ്പോൾ അവർക്ക് ദൈവത്തെ വേണ്ട. എൻ്റെ ഏരിയ ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവി പിതാവി, ഞാൻ നിങ്ങളോട് പറയട്ടെ, അനവധി ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ വിളിക്കാറുണ്ട്. അനവധി ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, സുവിശേഷം പറയാറുണ്ട്. അവസാനം ഞാനൊരു പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങളുടെ അടുത്തുള്ള സഭകളിലെവിടെയും പോയാൽ അവിടെ ഞങ്ങളുടെ ദൈവദാസന്മാരുണ്ട്. ഞങ്ങളുടെ ദൈവദാസന്മാരോട് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. വിവിധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവരൊക്കെ അത് മൂളിക്കേട്ടിട്ട് പോകാം പാസ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കത്തില്ല. ഹല്ലേലൂയ. കൺവെൻഷൻ ക്രൂസൈഡും ഒക്കെ നടക്കും. ജനം വിരച്ചു കയറി വരും. എന്തിനാ? രോഗസൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, ബന്ധനങ്ങൾക്ക് വേണ്ടി. അവർക്കൊരു സൗഖ്യം വിടുതൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ദൈവത്തിന് വരത്തില്ല. വലിയ ക്രൂസൈഡിന്റെ മുമ്പിൽ, വലിയ കൺവെൻഷന് മുമ്പിൽ ജനം സ്റ്റേജിന്റെ മുമ്പിൽ വന്ന് എനിക്ക് സൗഖ്യം വേണമെന്ന് അരമുറയിട്ട് കരയുവാൻ, നെടുവിളിയോടെ കരയുവാൻ കഴിയുമായിരുന്നു. എന്നാൽ
അതിനുശേഷം അവർ പ്രാർത്ഥനയ്ക്ക് എന്ന് വിളിച്ചാൽ പറയും, ഞങ്ങളുടെ ആൾക്കാർ കാണും, ഞങ്ങളുടെ ആൾക്കാരുണ്ട്, ഞങ്ങളെ കണ്ടാൽ മോശപ്രസവം. ഈ ക്രൂസൻ വന്നപ്പോൾ നിനക്ക് എന്തായിരുന്നു കുഴപ്പം? കൺവെൻഷൻ വന്നപ്പോൾ നിനക്ക് ആൾക്കാർ കാണില്ലായിരുന്നു. സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ പലരും ഇങ്ങനെയാണ്, പൊടി തട്ടി എഴുന്നേറ്റ് അങ്ങ് പോകും. രക്തം ചെയ്യും. അതല്ല സ്നേഹം കേട്ടോ. ദൈവസ്നേഹത്തിന്റെ ആഴമെന്ന് പറയുന്നത് പാപികളും ദോഷികളുമായിരുന്നു എന്നെ നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് നിത്യജീവനെ തന്ന, നിത്യമായ രക്ഷ തന്ന, നിത്യമായ സന്തോഷം തന്ന, നിത്യപ്രത്യാശ തന്ന, ആമീൻ, നമ്മളെ ദൈവമക്കളാക്കിയെടുത്ത് ദൈവഭവനത്തിന്റെ ഓഹരിക്കാരാക്കി മാറ്റി നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ആഴം ക്രൂശിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലാതെ പണം കിട്ടുമ്പോഴല്ല. ലഹരിയ പണം കിട്ടുമ്പോഴും സമ്പത്ത് കിട്ടുമ്പോഴും സ്നേഹിക്കുവാൻ വരുന്നവരെ നമ്മൾ തിരിച്ചറിയണം, രക്തം ചെയ്യണം. ഒരു പ്രാവശ്യം റിച്ചാർഡ് ഉബ്രണ്ടെന്ന് പറയുന്ന ഒരു പാസ്റ്ററെ, ഹല്ലേലൂയ, റുമേനിയ ദേശം കാരാഗ്രഹത്തിലടച്ചു നാം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ക്രിസ്തുവിന്റെ മേലുള്ള സ്നേഹത്തിൽ നിന്നും അദ്ദേഹത്തെ വേർപിരിക്കണം, വിശ്വാസത്തെ തള്ളിപ്പറയിപ്പിക്കണം എന്ന് കഠിനമായി പ്രയത്നിച്ചു. റിച്ചാർഡ് ഉംബ്രാണ്ട് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ശക്തനായ കറതീർന്ന ദൃഢവിശ്വാസമുള്ളവന്, ചങ്കുറപ്പുള്ളവന്. റുമേനിയ അധികാരികൾ അദ്ദേഹത്തെ ജയിലടച്ച് അദ്ദേഹത്തെ മാരകമായ രീതിയിൽ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് മനുഷ്യന് പോലും സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ തടവ് ശിക്ഷ എന്ന് പറയുന്നത്. അധികാരികൾ ഓരോ ദിവസവും വന്നിട്ട് പറയും, നീ ക്രിസ്തുവിനെ തള്ളിപ്പറ, ക്രിസ്തുവിന്റെ വിശ്വാസം നീ തള്ളിപ്പറ, നിന്നെ ഞങ്ങൾ ജയിൽ മോചിതനാക്കാം എന്ന് റിച്ചാർഡ് ഉംബ്രാണ്ടിനോട് അധികാരികൾ പറഞ്ഞു. പക്ഷേ അതിനായി അവർ കഷ്ടങ്ങളെയും ഉപദ്രവങ്ങളെയും ദുഃഖങ്ങളെയും അധികമായി കൊടുത്തു. യേശുവിനെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് കഷ്ടങ്ങളും ഉപദ്രവങ്ങളും നിന്ദകളും അപമാനങ്ങളും പീഡകളും റിച്ചാർഡ് ഉംബ്രാണ്ട് കൊടുത്തു. ഈ വേദനകളെല്ലാം സഹിക്കുവാൻ പറ്റാതെ അവർ യേശുവിനെ തള്ളിപ്പറയും എന്നാണ് അവർ ചിന്തിച്ചത്. ഇങ്ങനെ കഠിനമായി വേദനകൾ കൊടുത്താൽ, കഠിനമായി ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചാൽ എത്രയും പെട്ടെന്ന് ക്രിസ്തുവിനെ തള്ളിപ്പറയുമെന്ന് റുമേനിയൻ ഗവൺമെന്റ് ചിന്തിച്ചു, ഭരണാധിപന്മാർ ചിന്തിച്ചു. പക്ഷേ അപ്രകാരം അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും ചെയ്തു. എന്നാൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തെ മാരകമായി അടിച്ചു മുറിവേൽപ്പിക്കുമ്പോഴും അദ്ദേഹത്തെ മാരകമായി ഉപദ്രവിക്കുന്ന സമയത്തും റിച്ചാർഡ് ഉംബ്രാണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് വിരോധമായി ദൈവസ്നേഹത്തിൽ നിന്ന് പിന്തിരിയുന്ന ഒരു വാക്കുപോലും സംസാരിക്കാതെ, ഹല്ലേലൂയ, മരണം മുമ്പിൽ നിൽക്കുമ്പോഴും കർത്താവിന് വേണ്ടി നിന്നുകൊടുത്തു. ആ ദൈവസ്നേഹത്തിന് വേർതിരിക്കുവാൻ റിച്ചാർഡ് ഉംബ്രാണ്ടിനെ വേർതിരിക്കാൻ സൈന്യന്മാർക്ക് കഴിഞ്ഞില്ല. അതാണ് സ്നേഹം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ കർത്താവ് മുഖാന്തരം കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നിന്ദകളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മെ ദൈവസ്നേഹത്തിന് വേർതിരിക്കുക. നാം ദൈവസ്നേഹത്തെ അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ദൈവസ്നേഹത്തെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മുടെ സ്ഥിതി മുമ്പിലെത്തിയിരിക്കാൻ വളരെ മോശമായി തീരും. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റുമെന്നുള്ളതാണ്. ഈ ലോകസ്നേഹം എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ്. ലോകത്തിന്റെ സ്നേഹം എന്നൊക്കെ പറയുന്നത് മരണം വരെയാണ്, അവസാനം അല്പം കൂടെ പോയ കുഴിമാടം വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ നമുക്ക് ലഭിച്ച യാതൊരു സ്നേഹത്തെക്കുറിച്ച് നമുക്കറിയില്ല. ഒരു സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആര് സ്നേഹിച്ചിരുന്നു പറയാനോ, അവരുടെ സ്നേഹം വലുതായിരുന്നു, അവരുടെ സ്നേഹം സന്തോഷമായിരുന്നു, ഞാൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു ഒന്നും പറയാൻ കഴിയില്ല. മരണാനന്തരം ഭൂമിയിലെ മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ എല്ലാം ആറടി മണ്ണിൽ ഒതുങ്ങുക. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ആറടി മണ്ണുകൾ തീരുന്നതല്ല, നിത്യതയോളം നിലനിൽക്കുന്നതാണ് ദൈവസ്നേഹം. ഹല്ലേലൂയ. ആ ദൈവസ്നേഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിക്കേണ്ടത്. സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, കണ്ണുനീരിന്റെ നിലയിലൂടെ, വേദനയുടെ വിവിധമായ ഉപദ്രവ പീഡനത്തിലൂടെ കടന്നു പോകുന്ന ശ്രോതാവേ, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ, അടിയേൽക്കുമ്പോൾ, മർദ്ദനമേൽക്കുമ്പോൾ അവിടെ എല്ലാം റിച്ചാർഡ് ഉംബ്രാണ്ടിനെ പോലെ ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തി കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ 12 പേര്, യൂദയൊഴിച്ച് ബാക്കി 11 പേരും ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അവരെ വേർതിരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവർ ക്രിസ്തുവിനോട് ചേർന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരുടെ ജീവിത ചരിത്രമൊക്കെ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അവരെല്ലാം വാളാൽ അറക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിക ചെയ്തത്. യോഹന്നാൻ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാവരും രക്തസാക്ഷികളായി മാറി.
പൗലോസിനെ നമ്മൾ ചിന്തിച്ചു നോക്കിയ പൗലോസിന് രക്തസാക്ഷികളായി മാറി. ചില തലകീഴായിട്ട് ക്രൂശിച്ചു, ചിലരെ ഈർച്ചമുളാൽ അറുത്ത് കീറി. അല്ലേരി അത്ര ക്രൂരമായ രീതിയിൽ കൂടി ആമൻ ദൈവജനത്തിനെതിരെ ഉപദ്രവം വന്നപ്പോഴും അവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിഞ്ഞില്ല. ഭക്തനായിരുന്ന പോളിക്രമപ്പിനെ അല്ലേരിയ ആമൻ സൈന്യം വലിയ വളരെ ക്രൂരമായി ഉപദ്രവിച്ച് പോളിക്രാപ്പിനെ യേശുവിൽ നിന്ന് മാറ്റുവാൻ, അകറ്റിക്കളയുവാൻ പല തന്ത്രങ്ങൾ അവർ മെനഞ്ഞു. അദ്ദേഹം യേശുവിനെ തള്ളിപ്പറയുന്ന മനസ്സിലാക്കി കഴിഞ്ഞു. കുഴിയെടുത്ത് അതിൽ ഉമ്മി നിറച്ച് അദ്ദേഹത്തെ അതിനകത്ത് നിർത്തി തീയിട്ടു. ജീവനോടെ കത്തിച്ചെന്ന അല്ലേലിയ അദ്ദേഹത്തെ യേശുവിന് മാറ്റാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആദിമസഭയുടെ ചരിത്രം പഠിച്ചാൽ അനുഭവത്തി ആളുകൾ ഉമ്പുരാനെ പോലെ കഷ്ടതയുടെ കടന്നുപോയിട്ടുണ്ട്, കഷ്ടതയുടെ തീച്ചുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ലേലിയ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ശത്രുഘ്ന മേശക് അഭിനയം അടക്കമുള്ള എബ്രായ ബാലന്മാരെ തീച്ചുളിയിൽ എറിഞ്ഞപ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് നാലാമനായി ഒരു ഇറങ്ങി വന്നു. ദാനിയേലിനെ സിംഹത്തിന്റെ മുടിയിൽ എറിഞ്ഞു കളഞ്ഞിട്ടും ദാനിയേൽ ദൈവസ്നേഹത്തിൽ നിന്നും അവൻ തള്ളിക്കളയാതെ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവ ദൂതനെ അയച്ച് അവൻ സിംഹത്തിന് വായടച്ചു. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തള്ളിക്കളയുവാൻ ലോകശക്തികൾ ഒന്നടങ്കം എഴുന്നേൽക്കുമ്പോൾ നീ അതിൽ നിന്ന് മാറിപ്പോകരുത്. കൂട്ടുകെട്ടുകൾ വരും. അല്ലേലിയ നിനക്ക് നേരെ പല പ്രതിസന്ധികൾ കടന്നു വരും. അവിടെയൊന്നും നീ ക്രിസ്തുവിന്റെ സ്നേഹം തള്ളിക്കളയാതെ കഷ്ടം സഹിക്കും തോറും, ഉപദ്രവങ്ങൾ കടന്നു വരും തോറും, പീഡകൾ കടന്നു വരും തോറും ആമി ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കണം. രക്തം ചെയ്യണം. നമ്മളിത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് റിച്ചാർഡ് ഉംബ്രാണ്ടിന്റെ ഭാര്യ എഴുതിയ ഒരു കത്തില് ഹല്ലേലൂയ ആമീൻ സാർ, ഒരു സ്ഥലത്തിൽ ചെറിയ അളവിൽ തീ എരിഞ്ഞുകൊണ്ടിരുന്നാൽ കാറ്റ് അതിന്മേൽ വീശുമ്പോൾ അത് അണഞ്ഞു പോകും അല്ലേ? എന്നാൽ വലിയ അളവിൽ തീ എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കാറ്റ് വീശുമ്പോൾ ആ തീ അണയുകയില്ല, അത് വീണ്ടും വ്യാപിച്ച് അധികമായി അഗ്നിജാലയോടുകൂടെ ആമെ ഉയർന്നു വരുമെന്ന ആ റിച്ചാർഡ് ഉംബ്രാന്റെ ഭാര്യ എഴുതിയത്. ഒരു സ്ഥലത്ത് ഒരു ചെറിയ തീ ആണെങ്കിൽ കാറ്റടിച്ചാൽ ചിലപ്പോൾ കെട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ തീ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റടിച്ചാൽ ആ തീ പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കും. അല്ലേലൂയ. അതുപോലെ ലോകപ്രകാരമുള്ള സ്നേഹത്തെക്കുറിച്ച് ഒറ്റ ദിവസം കൊണ്ട് അണഞ്ഞു പോകും. ലോകപ്രകാരമുള്ള സ്നേഹം ഒറ്റ ദിവസം കൊണ്ട് ചെറിയ കാറ്റടിച്ചാൽ അണഞ്ഞു പോകും. അല്ലേലൂയ. സ്തോത്രം. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി സ്നേഹം വന്നാൽ അത് എരിയുന്ന തീ പോലെ ആളിപ്പടർന്നുകൊണ്ടിരിക്കും. അതെ, ലോകപ്രകാരമുള്ള സ്നേഹമെല്ലാം തകർന്നു പോകും, അണഞ്ഞു പോകും. പ്രിയം, വളരെ ആത്മാർത്ഥ കൂട്ടുകാരായിരുന്ന സ്നേഹിതന്മാരെ, ഫ്രണ്ട്സ് ആയിരുന്ന, ചങ്കം കരളും എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചവർ, ഒരു മേശയിൽ തിന്നു വളർന്നവർ, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒന്നിച്ചിന്ന് പഠിച്ചവർ, ഒരു ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്തവർ, ലേരിയ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് തമ്മിൽ കലഹിച്ചു പോയ എത്രയോ സംഭവങ്ങൾ. ഒരപ്പന് 5-6 മക്കളുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് ജീവിക്കേണ്ട സാഹചര്യം ഉള്ളപ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ കഴിയാതെ പരസ്പരം പിരിഞ്ഞു പോകുന്ന ആളുകൾ. അല്ലേരിയ പ്രിയം, ദൂർത്തുപുത്രന്റെ കഥ നമുക്കറിയാം. ഒരപ്പൻ 2 മക്കളാണ്. 2 മക്കളിൽ ഇളയവൻ തനിക്കുള്ള വീതം മുഴുവൻ വാങ്ങി ദൂരദേശത്ത് പോയി. അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെട്ടു പോയ മകൻ, അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെട്ടു പോയ മകൻ അല്ലേലൂയ ദൂരദേശത്ത് നിന്ന് പാർത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം വിറ്റ് ചെലവഴിച്ച് എല്ലാം തീർന്നു തനിക്ക് മുട്ടുവന്നു. അല്ലേലൂയ. ലൂക്കോസ് 15 വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അല്ലേലേ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ നാട്ടിലെ പ്രമാണിയെ ആശ്രയിച്ച് പന്നിയെ നോക്കുന്ന വേലയ്ക്ക് വേണ്ടി അവൻ നിയോഗിക്കപ്പെട്ടു. പക്ഷെ പന്നിക്ക് കൊടുക്കുന്ന വാളവര് പോലും അവന് തിന്നുവാൻ കിട്ടിയില്ലെന്നാ. അപ്പോൾ അവന് സുബോധം വന്നു. എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ ആളുകൾ കൂരിക്കാർ നിൽക്കുന്നു, അവർ തിന്ന് ശേഷിക്കുന്നു, അവരുടെ തിന്ന് ശേഷിക്കുന്ന ഒരു പങ്കെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി എന്ന സുബോധം വന്നവൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. കണ്ടോ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയ ആ മകൻ എത്രമാത്രം അലയേണ്ടി വന്നു. തിരിച്ചപ്പന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അപ്പനെ ചേർത്ത് പിടിച്ചെന്നുള്ളതാണ്. അത് എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ നീ അടിയറവ് പറയരുത്. നിന്റെ ജഡത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി, ലൈംഗിക സുഖങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പ്രശസ്തിക്കും പുരസ്കാരങ്ങൾക്ക് വേണ്ടി നീ സ്നേഹിക്കരുത്. അല്ലേരിയ. നിന്റെ സ്നേഹം ക്രിസ്തുവിൽ നിറയണം. അല്ലേരിയ. കാരണം നമ്മുടെ ദൈവസ്നേഹമാണ്.
കാൽവറി കുരിശി അവസാനത്തുള്ളി രക്തം വരെ തന്ന പാപികളും ദോഷികളുമായിരുന്ന എന്നെ നിങ്ങളെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തിന്റെ ആഴം ഹല്ലേലൂയ. രക്തം ചെയ്യും. മാതാവേ, പിതാവേ, ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിലുണ്ടോ? ഇന്നത്തെ യുവതി യുവാക്കന്മാരോട് ചോദിക്കട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയെക്കുറിച്ച് പഠിക്കണം. നമ്മുടെ തലമുറയുടെ ശൈശവും ബാല്യവും കഴിഞ്ഞാൽ കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും കടന്നു വരുന്ന സമയം. ഇന്ന് പല കൗമാരക്കാരിലും യൗവനക്കാരിലും ദൈവം സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അവർക്കെല്ലാം ഇന്ന് ലോകപ്രകാരമുള്ള സുഖലോലുപമായ അനുഭവങ്ങളിൽ കൂത്താടുവാൻ, ആറാടുവാൻ, അതിൽ സന്തോഷിപ്പാൻ, അതിൽ മുഴുകിയിരിക്കുവാൻ വീണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും അവരുടെ കരങ്ങളിലുണ്ട്, മൊബൈലടക്കം. ക്രിസ്തുവിനെ അറിയത്തില്ല. പണ്ടൊക്കെ അല്ലെങ്കിൽ ദൈവമക്കളോട് എഴുന്നേറ്റ് സുവിശേഷം പറയുമ്പോൾ ചാടി എഴുന്നേറ്റ് പറയായിരുന്നു, വാക്യം വായിക്കാൻ പറയുമ്പോൾ. ഇപ്പൊ ബൈബിൾ വാക്യം പോലും വിശ്വാസിക്ക് അറിയത്തില്ല എവിടെ കിടക്കുമെന്ന്. കാരണം അത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്നുള്ളതാണ്. ഇന്നൊരു മടങ്ങിവരവിന്റെ ദിവസമാകട്ടെ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സോദാവേ, ഒരു മടങ്ങിവരവിന്റെ ദിവസമായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിക്ക് നമുക്ക് മടങ്ങി വരാം. യേശുവിന്റെ പാദപീഠത്തിലേക്ക് മടങ്ങി വരാം. യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസ്നേഹത്തിൽ നമ്മെ അടർത്തിക്കളയുന്ന എല്ലാ ജഡിക സുഖങ്ങളെയും വലിച്ചെറിയണം. ചിലർക്ക് മദ്യപാനമാ, ചിലർക്ക് വെറുക്കൂത്തുകളാ, ചിലർക്ക് ചീട്ടുകളിയാ, ചിലർക്ക് ലോകത്തിലെ ജഡിക വ്യഭിചാര ജീവിതമാണ്, ചിലർക്ക് ദിവ്യാഗ്രഹം കൊള്ള പലിശകളാ, ചിലർക്ക് സ്ഥാനമാനങ്ങൾ, അധികാരങ്ങളാ. അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ജനം ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുക. എന്നെ കേൾക്കുന്ന പരിശ്രോധം അതെല്ലാം താൽക്കാലികമാണ് കേട്ടോ. അല്ലെങ്കിൽ നിലനിൽക്കുന്ന സ്നേഹം യേശുവിന്റെ സ്നേഹം മാത്രം, നിലനിൽക്കുന്ന സ്നേഹം യേശുവിന്റെ സ്നേഹം മാത്രം. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കണം നിന്റെ ഉള്ളിൽ വളരേണ്ടത്. ഹല്ലേലൂയ. നിന്റെ ഏത് കഷ്ടതയുടെ നടുവിലേക്ക് ഇറങ്ങി വന്നതിനെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നവൻ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം കാൽവരി സ്നേഹമായിരിക്കുന്ന ആ വലിയ അഗ്നി, അല്ലെങ്കിൽ കാൽവരി സ്നേഹമായിരിക്കുന്ന വലിയ അഗ്നി നമ്മുടെ ഉള്ളിൽ നമ്മെ ശോധന ചെയ്ത്, അത് കാറ്റായി വീശുമ്പോൾ, ഹല്ലേലൂയ, അത് കാറ്റായി വീശുമ്പോൾ ഇനിയും അധികമായി അത് എരിഞ്ഞുകൊണ്ടിരിക്കും, അധികമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ആ സ്നേഹത്തിലൂടെ സുഗന്ധം പകരാൻ തുടങ്ങും. ഇവിടെ ഞാൻ പറയട്ടെ, കാൽവരി കുരിശിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവസ്നേഹമാകുന്ന ആ തീ, ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി, ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ ആളിക്കത്തണം. ആ സ്നേഹം നമ്മുടെ ആളിക്കത്തുമ്പോൾ അതിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് വീശുമ്പോൾ, ആ സ്നേഹത്തിലേക്ക് കാറ്റ് വീശുമ്പോൾ, പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് വീശുമ്പോൾ, ആ കാറ്റ് മുഖാന്തരം നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അറിയപ്പെട്ട സ്നേഹം അത് നിറഞ്ഞു തുളുമ്പുവാൻ തുടങ്ങും, രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവിൽ നിനക്ക് സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ ഭാര്യയെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? സഹോദര, എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ സഹവിശ്വാസി നിനക്ക് സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? നിന്റെ പാസ്റ്റർ നിനക്ക് സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? നിന്റെ ദേശത്തെ അയൽക്കാരികൾ, ബന്ധുപുത്രാദികളെ നിനക്ക് സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? രക്തം ചെയ്യും. എവിടെയാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയത്? ലോകത്തിന്റെ സുഖം തേടിയിറങ്ങിയ നീ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാ. ലോകസുഖം തേടി ഇറങ്ങിയ നീ, ലോകസുഖത്തിൽ ആനന്ദിച്ചാറാടി നടക്കുന്ന, മത്തു പിടിച്ച് നടക്കുന്ന നീ ദൈവത്തിന് അകന്നുപോയവനാണ്, അകന്നുപോയവളാണ്. മടങ്ങി വരണം യേശുവിന്റെ സ്നേഹത്തിലേക്ക്. ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഈ ലോകത്തിന് ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മുമ്പല്ലുകൊണ്ട് ചിരിച്ച് കാണിക്കുന്ന നല്ല സ്നേഹമെന്നൊക്കെ പറയുന്നത്, ചില ആളുകൾ എന്തു പറഞ്ഞാലും പെട്ടെന്ന് മുൻപല്ല് മുഴുവൻ കാണിക്കത്തക്പോലെ ചിരിച്ചും കാണിക്കും. ഹല്ലേലൂയ. അതല്ല സ്നേഹം കേട്ടോ. അതൊക്കെ താൽക്കാലികമാണ്, പുറമേയുള്ളതാ. ഹൃദയത്തിന്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവുന്ന തീ ആഞ്ഞി വീശി ഹൃദയത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. ആത്മാവിന്റെ അഗ്നി നിന്നിൽ കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ അല്ലെങ്കിൽ സ്വതം അങ്ങനെയുള്ള സ്നേഹമാണ് ഹല്ലേലൂയ റിച്ചാർഡ് ഉംബ്രാണ്ടിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. റിച്ചാർഡ് ഉംബ്രാണ്ട് സ്തോത്രം ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതിയ കത്ത് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കത്തുവാൻ തുടങ്ങി, സ്നേഹം കത്തുവാൻ തുടങ്ങി. താൻ ക്രൂരമായ പീഡയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, ഉപദ്രവം കേൾക്കുമ്പോൾ, നിന്ന കേൾക്കുമ്പോൾ, അവിടെയൊക്കെ ഹല്ലേലൂയ
താൻ തളർന്നു പോയില്ല. റിച്ചാർഡ് വാ തുറന്ന് സൈനാധിപന്മാർ മറ്റു തലകളിൽ തുപ്പി ഒഴിക്കുമ്പോഴും അല്ലേലിയ അവിടെ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്നു. അല്ലേലിയ. അതെ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, നിന്ദകൾ കടന്നു വരുമ്പോൾ, കടബാധ കടന്നു വരുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, സാഹചര്യം മോശമാകുമ്പോൾ, രോഗിയായി മാറുമ്പോൾ, അല്ലേലിയ എവിടെയും നിന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കരുത്. രക്തം ചെയ്യും. പ്രൈസലോ. കഴിഞ്ഞ കാലങ്ങൾ അനുഭവത്തി വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളുടെ മരണം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പലരും ഈ ലോക ജീവിതം ആമേ കഴിഞ്ഞു പോയവരുണ്ട്, വിശ്വാസികൾ കേട്ടോ. എന്നാൽ പലരും തങ്ങളുടെ മരണത്തെ എങ്ങനെയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ലോകസുഖം അന്വേഷിച്ചു പോകുന്നവരുണ്ട്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി, മതി ലോകസുഖം. ഈ ലോകത്തിന്റെ സുഖങ്ങൾ, ലോകത്തിന്റെ സ്നേഹങ്ങൾ വേണ്ട. ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതത്തെ, നിന്റെ നിത്യതയെ തകർത്ത് കളയരുത്. അല്ലേരിയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ നിത്യത എന്ന് പറയുന്നത്. അല്ലേരിയ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. യേശു നമുക്ക് തന്നിരിക്കുന്ന രക്ഷ നഷ്ടപ്പെടുത്തി കളയരുത്. യേശു നമുക്ക് തന്നെ ക്രൂശിലെ സ്നേഹം നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന സ്നേഹം, ആ സ്നേഹത്തിലേക്ക് പരിശുദ്ധമാവുന്ന കാറ്റാഞ്ഞു വീശുമ്പോൾ അല്ലേരിയ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. രക്തം ചെയ്യും. അങ്ങനെ ഭക്തന്മാരൊക്കെ അനവധി കഷ്ടതയിലൂടെ കടന്നുപോയവരാണ്. അല്ലേരിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അല്ലേരിയ. സ്തോത്രം. ഉത്തമ ഗീതത്തിലേക്ക് വരുമ്പോൾ അല്ലേരിയ ഒരു വചനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉത്തമ ഗീതത്തിലേക്ക് വരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉത്തമ ഗീതത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഉത്തമഗീതം 8-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. പ്രേമം മരണം പോലെ ബലമുള്ളതും പാതിവൃത്ത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിന്റെ ജ്വലനം അഗ്നിജ്വലനം ഒരു ദിവ്യജാലിയും ആകുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണ് അവിടെ അങ്ങനെ രേഖപ്പെടുത്താൻ കാരണം? ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സ്തോത്രം. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ ആഴത്തെ നമുക്ക് അവിടെ വളരെ മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ ദൈവം കണ്ടെത്തിയത് മരുഭൂമിയിൽ വെച്ചാണെന്ന് ആവർത്തന പുസ്തകം 32:10 പറയുന്നു. ഹല്ലേലൂയ. തങ്ങളുടെ ആത്മാർത്ഥത, ഹല്ലേലൂയ, ആത്മാർത്ഥമായ ജീവിതം ദൈവത്തിൽ ചാരിക്കൊണ്ടാണെന്ന് അവർ തങ്ങളുടെ ദുരുപയോഗം പൂർത്തിയാക്കിയത്. ഹല്ലേലൂയ. അവരുടെ ആത്മാർത്ഥമായ സ്നേഹം അവർ കാണിച്ചുകൊണ്ട് ദൈവത്തിലാണ് ഞങ്ങൾ ചാരിക്കൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം അവരെന്ത് ചെയ്തു? അതെല്ലാം ദുരുപയോഗം ചെയ്തു. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനം ചെങ്കടൽ കടക്കാൻ നേരം അവർക്ക് യഹോവയെ ദൈവം ആവശ്യമായിരുന്നു. മരുഭൂമിയിലേക്ക് കടന്നപ്പോൾ അവർക്ക് ഭക്ഷിപ്പാൻ അപ്പം കൊടുക്കാൻ യഹോവയെ ആവശ്യമായിരുന്നു. അവർക്ക് കുടിപ്പാൻ വെള്ളം അതിന് യഹോവയെ ആവശ്യം. അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷിപ്പാൻ കാടപ്പക്ഷി അവർക്ക് വേണം. അതിനെല്ലാം ദൈവം ആവശ്യമായിരുന്നു. ഞങ്ങൾ നിന്നോട് കൂടെയാണെന്ന് പറഞ്ഞ് ദൈവസ്നേഹം കാണിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവസ്നേഹത്തെ ദുരുപയോഗം ചെയ്തതായിട്ട് നമുക്ക് ഇസ്രായേൽ ജനത്തെ കുറിച്ച് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് സഹോദരൻ, സഭയും തന്റെ കാന്തനായ ക്രിസ്തുവിൽ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സഭയും തന്റെ കാന്തനായിരിക്കുന്ന ക്രിസ്തുവിൽ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതം നയിക്കുന്നത് 6-ാം വാക്യത്തിൽ കാന്തി ഒരു മുദ്രമോതിരമായി ധരിക്കാൻ പ്രിയരോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. 8:6 പറയാണ്, സഭയെ അഥവാ തന്റെ കാന്തയെ ഒരു മുദ്രമോതിരമായി താൻ ധരിക്കണമെന്ന്. ഹല്ലേലൂയ. സ്തോത്രമായി. ഇത് അധികാരത്തിന്റെയും ഭദ്രതയുടെയും ചിഹ്നമാണ് മുദ്രമോതിരം എന്ന് പറയുന്നത്. അധികാരത്തിന്റെയും ഭദ്രതയുടെയും ചിഹ്നമാണ് മുദ്രമോതിരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. മുദ്രമോതിരം തങ്ങളുടെ ഒപ്പിടുന്നതിന് പകരമായി പതിപ്പിക്കുന്ന ചിഹ്നം കൊത്തിയ ഉരുണ്ട നീണ്ട കല്ലോ ലോഹമോ ആണത്. അല്ലെങ്കിൽ അത് കയ്യിലോ കഴുത്തിലോ ധരിക്കുമായിരുന്നു അന്നത്തെ ജനം. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ, പ്രേമം മരണം പോലെ ബലമുള്ളത് എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് മരണത്തിന് പോലും കഴിയുകയില്ല എന്നാണ് ഹല്ലേലൂയ പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ചിന്തിച്ചു.
പ്രേമം മരണം പോലെ ബലമുള്ളത്. അത് മുഖാന്തരം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ലെന്ന് ഉത്തമഗീതത്തിനകത്ത് ഈ വചനം വായിക്കുമ്പോൾ പൗലോസിന്റെ വാക്കുകൾ ചേർത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ഏരിയ അത് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ നമ്മൾ യേശുവിന് പറ്റിയിരിക്കണം. ഈ ലോകത്തിൽ നമുക്ക് പറ്റിച്ചേർന്നിരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഇടമുണ്ടെങ്കിൽ യേശുവിന്റെ സന്നിധിയാണ്. അതിന്റെ ഏരിയ ആരെല്ലാം അവന്റെ മാറോട് ചേർന്നിരിക്കുന്നു, ആരെല്ലാം അത്യുന്നതന്റെ മറയിൽ വസിക്കുന്നു, ആരെല്ലാം സർവശക്തന്റെ നിൽപ്പിൽ പാർക്കുന്നു, അതിന്റെ ഏരിയ അവന്റെ ജീവിതം ഒരിക്കലും അവളുടെ ജീവിതം ഒരിക്കലും തകർന്നു പോകുകയില്ല. അതിന്റെ ജീവിതത്തിൽ കഷ്ടതകളും കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ അടിയറവ് പറയാതെ ക്രിസ്തുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലേരി നമുക്കൊരു നിത്യതയുണ്ട് പ്രിയരെ, നമുക്കൊരു നിത്യമായ ജീവിതമുണ്ട്. ആമേ നമ്മുടെ ആത്മമണമോളൻ മധ്യാകാശത്തിൽ വരാൻ സമയമായി. നമ്മളെല്ലാം ദൈവസ്നേഹത്തിൽ ഒരിക്കൽ പോലും മാറിപ്പോകാതെ ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കണം. ഒരുപക്ഷെ നിങ്ങൾ കടക്കണിയാൽ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, ഒരു തുണ്ട് ഭൂമിയില്ലാത്ത വ്യക്തിയായിരിക്കാം, തലരായിപ്പന് ഭവനമില്ലാത്ത വ്യക്തിയായിരിക്കാം, വാടക കൊടുത്ത് നിവൃത്തിയില്ലാതെ വാടകക്കാർ പോലും നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം, കടക്കണിയാൽ ഒരുപാട് ഭാരപ്പെട്ടേക്കാം, മക്കളെ പഠിപ്പിക്കുവാൻ നല്ല നിലയിൽ എത്തിക്കാൻ കഴിയാത്ത അനുഭവം ഉണ്ടായിരിക്കാം, മക്കളെ ഫീസ് അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം, മാരകമായ രോഗത്തിന് അധീനമായി കടന്നു പോകുന്ന ജീവിതമാണോ നിന്റെ? കുടുംബം തകർന്ന അനുഭവമാണോ? കുടുംബ ജീവിതത്തിനകത്ത് ഭിന്നത നിറഞ്ഞിരിക്കുകയാണോ? ആമി സഹോദരന്മാരിൽ വെറുക്കപ്പെട്ടവനാണോ, വെറുക്കപ്പെട്ടവളാണോ നീ? മാതാപിതാക്കളാൽ നീ വെറുക്കപ്പെട്ടവളാണോ? യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ നീ ഭവനത്തിൽ ഒറ്റപ്പെട്ട വ്യക്തിയാണോ? ഏതുമാകട്ടെ, ഏതെല്ലാം വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേർതിരിക്കരുത്. അല്ലേരിയ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേർതിരിച്ചാൽ മറ്റൊരു സ്നേഹം നമ്മെ തേടിയെത്തുന്നത് നിന്റെ നാശത്തിനായിരിക്കും. പ്രൈസറോ. അപ്പം ദൈവ സ്നേഹത്തിന് നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിന് കൊടുക്കണം സ്ഥാനം. ലോകത്തിന്റെ മാലിന്യങ്ങൾ ചപ്പും ചവറും നമ്മുടെ ഹൃദയത്തിൽ വലിച്ചു കയറ്റി വെക്കരുത്. ലോകത്തിന്റെ ചെളിക്കുണ്ണാമി കുണ്ടത്തിൽ നമ്മൾ വീഴരുത്. അല്ലേരിയ എപ്പോഴും വചനത്തിന് അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. തൊട്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികൾ ഇരിപ്പിടത്തിലിരിക്കാതെ. സംഗീതത്തിന് 1:1 യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ അല്ലേര് അവനെ ഭാഗ്യവാൻ. അല്ലേര് അവൻ ആറ്റിരിക്കുന്ന നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഇന്ന് പകലനെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിനകത്തെ സങ്കടം കാണുന്ന യേശുവാകട്ടോ. നിന്റെ മനോവേദനകൾ, നിന്റെ മനോവികാരങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, നീ അനുഭവിക്കുന്ന നിന്ദകൾ ലോകത്തിലൊരു മനുഷ്യനും പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. എല്ലാവരും അല്പസമയം കേട്ടിരുന്ന് വെച്ച് പിന്നീട് നിന്റെ പൊടി തട്ടി എഴുന്നേറ്റ് പോകും നിന്റെ ഇരിക്കുന്ന. എന്നാൽ നിന്റെ ഹൃദയത്തെ സ്പന്ദനം പോലും അറിയുന്നവർ യേശുവാകട്ടോ. നീ അനുഭവിക്കുന്ന സകല വേദനകളും നിന്ദകളും, നീ കടന്നു പോകുന്ന സകല പ്രതികൂല സാഹചര്യങ്ങളും, മറ്റാരോടും പറയാതെ നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്ന മാരകമായ രോഗങ്ങൾ പോലും അത് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്റെ ചാരത്തേക്ക് വരും. അല്ലേരിയ നീ അവരോട് ചേർന്നിരുന്നാട്ട് അവൻ നിന്റെ അരികിലേക്ക് അടുത്ത് വരും. രക്തം ചെയ്യാം. അല്ലേരിയ അതുകൊണ്ട് സംഗീതത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അവൻ എന്നോട് പറ്റിയിരിക്കാൻ, അതെ നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണം. അല്ലേരിയ നമുക്ക് യേശുവിനോട് പറ്റിയിരിക്കുവാനുള്ളതാണ്. അവനോട് പറ്റി ഞാൻ എന്നെ ഉയർത്തും, അവന്റെ നാമത്തെ ഞാൻ വിടുവിക്കുമെന്നാണ്. അത് നമുക്ക് ദൈവ സ്നേഹമാണ് ആവശ്യം എന്ന് പറയുന്നത്. അല്ലേരിയ അപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന മേഖലകൾ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കാം, ഒരുപാട് കഷ്ടം നിറഞ്ഞതായിരിക്കാം. ഒരുപക്ഷെ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാമതവണ്ണം തകർന്നിരിക്കുന്ന അനുഭവമായിരിക്കാം. വിശ്വാസത്തിന്റെ പേരിൽ നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതായിരിക്കാം. അല്ലേരിയ വിശ്വാസത്തിന്റെ പേരിൽ നിന്നെ കൊന്നും തരാതെ നീ ആട്ടി പായിച്ചേക്കാം. അല്ലേരിയ എന്തെല്ലാം വന്നാലും അല്ലേരി ക്രിസ്തുവിന്റെ സ്നേഹത്തെ നാം അനുഭവിക്കണം. അത് കാൽവറിയിലെ സ്നേഹമാണ്. ക്രൂശിൽ നമുക്ക് വേണ്ടി തന്ന യേശുവിന്റെ പരമയാഗത്തിലൂടെ നമുക്ക് തന്ന ആ സ്നേഹം ഒരിക്കലും നമ്മൾ മാറിപ്പോകരുത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം യോഹന്നാന്റെ ലേഖനം 1 ലേഖനം 3-ാം അധ്യായത്തിൽ അതിന് 1-ാം വാക്യം വായിക്കും ഇങ്ങനെ എഴുതുന്നു: കാണുമീ നാം ദൈവമക്കൾ വിളിക്കപ്പെടും, പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് തന്നിരിക്കുന്നത്. ആരാണ് നമ്മൾ? ദൈവമക്കളാണ്. നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകൽ പ്രാപിച്ചവരാണ്. നമ്മുടെ പാപത്തിന്റെ കറകളെ കഴുകിക്കഴിഞ്ഞവരാണ്. നമ്മൾ ശാപത്തിൽ മോചനം പ്രാപിച്ചവരാണ്. സാത്താന്റെ സ്നേഹം വിടിവിക്കപ്പെട്ടവരാണ്. സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണ്. അല്ലേരി അതുകൊണ്ട് കാണുമീ നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതെ, ഈ സ്നേഹത്തെ വേണ്ടേ നമ്മൾ അനുഗമിപ്പാൻ, യേശുവിന്റെ സ്നേഹത്തെ വേണ്ടേ നമ്മുടെ ഉള്ളിൽ നിറയുവാൻ. അല്ലേലൂയ. അതെ, കർത്താവില്ലാതെ നീ ജീവിക്കരുത്.
എന്റെ ജീവിതത്തിൽ യേശുവില്ലാത്ത ജീവിതം ഹല്ലേലൂയ, അത് ദുർഗന്ധം വമിച്ചതായിരിക്കും. ഹല്ലേലൂയ. യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് സൗരഭ്യം പരത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തു നമ്മുടെ വീട്ടിൽ വന്നാൽ സൗരഭ്യമാണ്. യേശു നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ദുർഗന്ധമാണ്. ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ദുർഗന്ധമാണ്. ഹല്ലേലൂയ. ചില ഭവനങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും മക്കളും കൊച്ചുമക്കളും ഒക്കെ പറയുന്നത് കേട്ടാൽ ദുർഗന്ധം വമിക്കുന്ന വാക്കുകളാണ്. ഹല്ലേലൂയ. ചില ഭക്തന്മാർ വെള്ള ധരിച്ച് വേഷഭൂഷാദികൾ അണിഞ്ഞ് ഭക്തിയുടെ വേഷം ധരിച്ച് നിൽക്കുന്ന, ആമേൻ, ഞാൻ വിശുദ്ധനാണെന്ന് പറയുന്ന പല ആളുകളുണ്ട്. അവരോട് അടുത്ത് നിന്ന് അവരോട് സംസാരിക്കുമ്പോൾ കാണാം സുഗന്ധത്തിന് പകരം ദുർഗന്ധത്തിന്റെ വാക്കുകൾ. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് നിന്ന് സഭയുടെ അധികാരികൾ നോക്കി നടത്തി സഭയുടെ വരുമാനത്തിനകത്ത് കൈയിട്ട് വാരുന്നവരുടെ ദുർഗന്ധം പരത്തുന്നവർ, സഭയ്ക്കകത്ത് കോലാഹലം ഉണ്ടാക്കുന്നു, സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അവർ സുഗന്ധം പരത്തുന്നവരല്ല, അവർ ദുർഗന്ധം പരത്തുന്നവരാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നാം ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കണം. യേശു ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരുന്നുകൊണ്ട് ആ പാദപീഠത്തിൽ നമ്മെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നമ്മൾ നല്ല അംശം തിരഞ്ഞെടുക്കണം. നല്ല അംശം ക്രിസ്തുവിന്റെ സ്നേഹം തിരഞ്ഞെടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് പകരണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ഈ സ്നേഹമൊക്കെ തന്നിട്ട് ദൈവം പരിശുദ്ധന്മാരെ തന്നതെന്തിനാ? ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന സ്നേഹത്തെ പരിശുദ്ധമാവാകുന്ന അഗ്നി കൊണ്ട് അത് ജ്വലിപ്പിക്കണം. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധ സ്നേഹത്തെ പരിശുദ്ധന്മാവുന്ന അഗ്നി കൊണ്ട് ജ്വലിപ്പിച്ച് പരിശുദ്ധന്മാവുന്ന കാറ്റ് നിങ്ങളിലേക്ക് ഊതി തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, ആ സ്നേഹം മറ്റുള്ളിലേക്ക് വ്യാപരിക്കുവാൻ രക്തം ചെയ്യും. ആ സ്നേഹം ചെല്ലുന്നവർക്കൊക്കെ അവർക്ക് ആശ്വാസമായി തീരും. മറ്റുള്ള നല്ല വാക്ക് പറയുവാൻ, നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ, നല്ല സ്നേഹത്തിന്റെ കരുതൽ അവർക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ യേശുവിന്റെ സ്നേഹം വേണം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്തിന്റെ അഭിരുചി അത് പാപമാണ്. ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളെല്ലാം പാപമാണ്. ഈ ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നതെല്ലാം പാപം നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ടുകൊണ്ട് കാണുന്ന ഈ ലോകത്തിൽ നമ്മുടെ കണ്ടുകൊണ്ട് കാണുന്ന ഏതിനെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാട്ട് പ്രകൃതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഹല്ലേലൂയ. ഈ ലോകം മനുഷ്യന് നിർമ്മിതമായ സകലവും മനുഷ്യൻ കെട്ടിപ്പടുത്തുന്നത് ഏത് നോക്കിയാലും അത് ദൈവസ്നേഹത്തിലല്ല, സ്വാർത്ഥതയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്വാർത്ഥത മാറണം. നമുക്ക് യേശുവാണ് വലുത്. ഹല്ലേലൂയ. സ്വാർത്ഥ ജീവിതം വെച്ച് നീ ഇവിടെ മുന്നോട്ട് പോയാൽ നിത്യതയിൽ നിനക്ക് ചെല്ലുവാൻ കഴിയില്ല. നിത്യതയിൽ നാം പ്രവേശിക്കണോ? നിത്യതയിൽ നാം എത്തണോ? ആമേ. കോടാനുകൂടി ദൂതന്മാരും ഗരുവുകളും സാറാഫുകളും വിശുദ്ധന്മാരും അധിവസിക്കുന്ന പുതിയ യെരൂശലേം, ആ സ്വർഗീയ പാർദീസിൽ നാം എത്തിച്ചേരണമെങ്കിൽ ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ച പങ്കപ്പാടുകളും വേദനകളും ഒക്കെ ലേഖനങ്ങൾ നാം വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം കഠിനമായ ശോധനയുടെ കടന്നുപോയിട്ടും ഹല്ലേലൂയ, ഭക്തൻ ദൈവത്തെ തള്ളിക്കളയാതെ, ദൈവസ്നേഹത്തിൽ മാറി നിൽക്കാതെ താൻ ദൈവസ്നേഹത്തോട് ചേർന്ന് നടന്നു. പ്രൈസ് ദി ലോർഡ്. അത് പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കണ്ണുനീരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരുടെയും മുമ്പിൽ നിങ്ങൾ തലകുടിക്കാതെ നിൽക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ഉള്ളിലെ വേദനകൾ നിങ്ങൾ മാത്രം കടിച്ചമർത്തി പോകുന്നതാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ കടന്നുപോയാലും ഹല്ലേലൂയ, നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരെയും അറിയുന്നവനാ, നമ്മളെല്ലാം പേർ ചൊല്ലി വിളിക്കുന്നവനാ. നീ ഏത് ദേശത്ത് പാർക്കുന്നവൻ, ഏത് പക്ഷക്കാരൻ, ഏത് ജാതിക്കാരൻ, ആർക്ക് ജനിച്ച ആരുടെ മകൻ, ആരുടെ മക്കളൊക്കെ അറിയുന്നത് നമ്മുടെ കർത്താവാണ്. നമ്മെ ദൂരത്തു നിന്ന് കാണുന്ന, നമ്മുടെ ചാരത്തെ കൂടിയെത്തുന്ന, നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന, ആമേ, നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്ന, നമ്മളെ ഉള്ളങ്കരയിൽ വരച്ചിരിക്കുന്ന നമ്മുടെ സ്നേഹവാനായിരിക്കുന്ന യേശു. ഹല്ലേലൂയ. അതെ, അവന്റെ ആണിപ്പഴുതുള്ള മുറിവുകളിൽ നീ സുരക്ഷിതമായിരിക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ആണിപ്പാടുള്ള മുറിവുകളിൽ നീ സുരക്ഷിതമാണെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ കയ്യിൽ നിന്നെ പിടിച്ചു കൊണ്ടുപോകാൻ, നടത്തിയെടുക്കുവാൻ ഉലകത്തിലെ സാത്താന്യ ശക്തികൾക്ക് കഴിയില്ല. ദുരുപദേശന്മാർ, ദുരുപദേശ സംഘടനകൾ, ദുരുപദേശ ചിന്തകൾ, പഠിപ്പിക്കലുകളൊക്കെ പെരുകുമ്പോൾ, ദൈവസ്നേഹത്തിൽ നിന്നെ തള്ളിക്കളയത്തക്ക നില നിനക്ക് ആമേ സന്ദേശങ്ങൾ വരുമ്പോൾ, പ്രോത്സാഹനങ്ങൾ കടന്നു വരുമ്പോൾ, അങ്ങനെയുള്ള ദുഷ്ടശക്തികളെ നീ ശാസിച്ചകറ്റണം. രക്തജയം.
ഹല്ലേലൂയ. നിന്റെ തലമുറകളെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും അടിമപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ എന്റെ ഭർത്താവ് മദ്യപാനിയായി മാറുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ ദൈവത്തിന് മുടങ്ങാനും മടക്കി പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ ഭർത്താവിനെ മടക്കി കൊണ്ടുവരണമേ, എന്റെ മക്കളെ മടക്കി കൊണ്ടുവരണം, മാതാപിതാക്കളെ സഹോദരനെ മടക്കി കൊണ്ടുവരണം. അവർ കടന്നുപോകുന്ന ചെടികമായ പാപസുഖങ്ങളിൽ അവരെ പിന്തിരിപ്പിച്ച് അവർ ഈ ദൈവസ്നേഹത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് നീ കണ്ണിലൂടെ പ്രാർത്ഥിക്കണം, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുപാട് കഷ്ടം സഹിക്കുന്ന വ്യക്തിയായിരിക്കാം. നൊമ്പരങ്ങൾ ഏറെ കാണും. നിങ്ങളുടെ ഹൃദയത്തിന്റെ നൊമ്പരം മറ്റൊരാൾക്ക് അറിയണമെന്നില്ലെന്ന് ഞാൻ മുമ്പ് ആവർത്തിച്ചു. നിന്റെ ഹൃദയവേദന മറ്റാർക്കും അറിയണമെന്നില്ല. ആരോരും കാണാതെ ആരോരും അറിയാതെ കരഞ്ഞ നിമിഷങ്ങൾ എത്രയുണ്ട് നിനക്ക്. നീ കണ്ണുനീർ തൂകി എത്രയോ രാത്രികളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെയെല്ലാം നീ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയില്ലേ ഒരു ദൈവിക മറുപടിക്ക് വേണ്ടി? അത് യേശു കർത്താവിന്റെ പകൽ പറയുന്ന ശക്തമായ ദൂത്, നിങ്ങൾ ചിലരുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ പോകുക. നിങ്ങൾ ചില കുടുംബത്തിനെ ദൈവിക അത്ഭുതം നടത്താൻ പോകുക. നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി നൽകാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീർ തൂകിയത്, നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീരിന്റെ മറുപടി യേശു നിനക്ക് തരാൻ പോവുകയാണ്. രക്തം ചെയ്യണം. ഹല്ലേലൂയ. അതെ, നിന്നെ കഷ്ടതയിൽ കൈപിടിച്ച് ഉയർത്തുവാൻ യേശുവിനെ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉത്തമഗീതമൊക്കെ വായിക്കും, നീ എന്നെ ഒരു മുദ്രമോദ്രമായി ഹല്ലേലൂയ സ്തോത്രം സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ എല്ലായ്പ്പോഴും കാൽവരി സ്നേഹത്തെ നിങ്ങൾ ധ്യാനിക്കണം. ഹല്ലേലൂയ. കാൽവരി സ്നേഹത്തെ, ക്രൂശിലെ സ്നേഹത്തെ നമ്മൾ എപ്പോഴും ധ്യാനിക്കണം. സ്തോത്രം. മാത്രമല്ല, കാൽവരി സ്നേഹത്താലും പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹാഗ്നി കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കാൽവരി സ്നേഹത്താൽ ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്താൽ നിങ്ങളുടെ ഉള്ളിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തിക്കൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന പ്രകാശം, ദൈവം തന്ന വെളിച്ചം അണയാതിരിക്കട്ടെ. ഹല്ലേലൂയ. വിളക്കണഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ സ്നേഹം അണഞ്ഞു പോകരുത്. ഹല്ലേലൂയ. തീ അണഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ സ്നേഹം അണഞ്ഞു പോകരുത്. നിന്റെ ഉള്ളിൽ സ്നേഹം ആളിക്കത്തട്ടെ. ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിന് നടുവിലും ഏത് പ്രതിസന്ധിയും ആ സ്നേഹത്തിൽ നിറയപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്ന 5-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കാൻ വായിക്കുക, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, എന്നിട്ട് പറയണം, അത് തന്നെയല്ല തന്നെ കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശി ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റാർക്കും വസിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ചില പ്രായമായ ചില ആളുകളെ, ചില മാതാപിതാക്കളെ, ചില ദൈവദാസന്മാരെയൊക്കെ സമീപിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എപ്പോഴും നിറയപ്പെട്ട പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകൾ, സ്നേഹത്തോടുകൂടിയുള്ള കരുതലുകൾ ഞാൻ പലപ്പോഴും അനുഭവിച്ചതിന്റെ ഓർമ്മയിലുണ്ട്. ഹല്ലേലൂയ. അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഇതുപോലെ സ്നേഹപൂർവ്വം നിന്ന് മറ്റാരുടെയും കുറവുകൾ നോക്കാതെ, മറ്റാർക്കും നേരെ കുറവുകൾ കണ്ടെത്താതെ, അവരുടെ ആരെയും കാര്യങ്ങൾക്ക് ഇടപെടാതെ തല്ലിയ അവരുടെ കുറവുകൾ ഉണ്ടായിട്ട് അവരെ സ്നേഹിക്കുന്ന പലരെയും, അതെ സ്നേഹിത, നമ്മുടെ ഇത്രയോ വലിയ കുറവുകളെ, നമ്മൾ എത്രമാത്രം കുറവുള്ളവരായിരുന്നു, എത്രമാത്രം ബലഹീനരായി, നമ്മൾ എത്രമാത്രം പാപത്തിന് ചെളിക്കുണ്ടിലായിരുന്നു. ആ പാപത്തിന് ചെളിക്കുണ്ടിക്കിടന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാതിരുന്നപ്പോൾ യേശു നമ്മെ സ്നേഹിച്ചതെന്ന് പറയുന്നത്. അതുകൊണ്ട് കാൽവരി സ്നേഹം നമ്മൾ നിറയപ്പെട്ട് നിൽക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുവാണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 13 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതാണ് അദ്ദേഹം കാണുന്നത്. അതിന്റെ 1-ാം വാക്യം മാത്രമേ ഇവിടെ വായിക്കുന്നത്. താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു പെസഹാനാളിന് മുമ്പേ അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത് യേശുവിന്റെ സ്നേഹം
ഇന്ന് പകലിനെ കേൾക്കുന്നവരുടെ സ്നേഹിത, നിത്യസ്നേഹം കൊണ്ട് ആമിരലിയെ താൻ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് നിത്യ ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:3 നമുക്ക് വായിക്കാൻ കഴിയും. അതെ, നമുക്ക് നിത്യമായി സ്നേഹം തന്നിട്ടുണ്ട്. അത് ഇന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിലെ കഷ്ടതകളിൽ, ജീവിത ദുഃഖവേളകളിൽ, നീ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിലയിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവ സ്നേഹം ആളി നിറയട്ടെ. ആ സ്നേഹത്താൽ നിറയപ്പെടട്ടെ. എന്റെ കണ്ണുനീര് കാണുന്ന സങ്കടം കണ്ട് നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിനക്കൊരു ആശ്വാസമായി ഇറങ്ങി വരുന്ന യേശുണ്ട്. അത് ഇന്ന് അവൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കും. നിന്റെ വേദനകൾ ഇന്ന് അവൻ മാറ്റും. നിനക്കൊരു ആശ്വാസത്തിന്റെ ദിവസമായി ഇന്ന്. നിന്റെ സങ്കടങ്ങളെ മാറ്റുന്ന ദിവസമാണ്. നിന്റെ കടക്കെണിക്ക് ദൈവം ഒരു ആശ്വാസം തരാൻ പോവുകയാണ്. നീ അനുഭവിക്കുന്ന മാരകമായ വേദനയിൽ നിന്ന് ദൈവം വിളിക്കാൻ പോവുകയാണ്. ഒരു ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്ന പ്രിയ ശ്രോതാവി, ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. കഷ്ടതയുടെ ആധിക്യത്തിൽ കടന്നു പോകുന്ന ജീവിതത്തിനകത്തിൽ അത്ഭുതങ്ങളെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഏരിയ നിന്നെ ദേശത്ത് തല ഉയർത്തിക്ക് നിൽക്കത്തക്ക പോലെ ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം നിന്റെ ദൈവമാണ്. അവൻ നിനക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. കണ്ണുകളടച്ചാട്ട് എന്നോടൊപ്പം പറയാം, യേശുവേ, ആ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ഉള്ളിൽ എല്ലാ കയ്പും പകയും വിദ്വേഷം മാറി മറ്റുള്ളവരെ സ്നേഹിപ്പാൻ പരിശുദ്ധമാവുന്ന സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയപ്പെട്ട പരിശുദ്ധമാവിന്റെ കാറ്റാൽ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ എനിക്ക് എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കണം, എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം, എനിക്ക് എൻ്റെ മക്കളെ സ്നേഹിക്കണം, മക്കൾ അപ്പനമാരെ സ്നേഹിക്കണം, അമ്മായി മരുമകളെ സ്നേഹിക്കണം, മരുമകൾ അമ്മായിയെ സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിപ്പാൻ കഴിയണം. ആ സ്നേഹമാണ് യേശു ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഞങ്ങൾ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് ചെറിയവരെയും വലിയവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല ജനത്തെ അനുഗ്രഹിക്കും. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ 800 കോടിയിലധികം ജനം, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ലോക ജില്ലാ നേതാക്കൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരെ, രാജ്യങ്ങൾ ഭരിക്കുന്ന, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലേക്ക് സകല ജനത്തെ, ഭരണാധികാരികളെയും, സകല പേരും, പൊതുമേഖല, ആരോഗ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസം, ബാങ്കിങ് മേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്രാവസാന എല്ലാ രാജരാഷ്ട്ര തലവന്മാരെയും, കരസേന, വ്യോമസ്നാവി ശക്തികാർ, അടക്കമുള്ള ക്രമസമാധാന പാലകരെ, നിയമ നിർമ്മാണ രംഗത്ത് രഹസ്യാനുഭവങ്ങളെ, പോലീസിന്റെ വിവിധ ശിക്ഷകൾക്കായി, എക്സൈസ് ഫോറസ്റ്റ് വിഭാഗങ്ങൾക്കായി, ഫയർഫോഴ്സ് വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. വലിയ ആഴക്കടലിൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്ന കർത്താവ് സ്തോത്രം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അല്ലേലിയ കർത്താവ് കടലിൽ ആകാശ വാഹനം ഓടിക്ക് യാത്ര സെൽസ് ചെയ്യുന്നു. എല്ലാ ടൈപ്സുള്ള ഡ്രൈവേഴ്സിനെ, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെ, കർഷകർ മക്കാനി മോട്ടോർ യൂണിറ്റ് രംഗത്ത് പാടത്തും പറമ്പിലും കോടിയിൽ കല്ലോടും മണ്ണോടും തടിയോടും മല്ലടിക്കുന്ന, ചോര വീർപ്പാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, വിധമായ മാരകമായ രോഗത്തിലൂടെ, ശാപത്തിലൂടെ കടന്നുപോകുന്ന, പ്രതിസന്ധിയിൽ കടന്നുപോകുന്ന, കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ടുക, ജീവിതം നിരാശപ്പെട്ട് സ്നേഹം തണുത്തുപോയ, മാരകമായ രോഗത്തെ ഭാരപ്പെടുന്ന, മദ്യത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന, കുടുംബജീവിതം തകർന്ന് ഡിവോഴ്സിന്റെ ഒക്കെത്തി കേസുമായി കടന്നു പോകുന്ന അനവധി വിഷയങ്ങൾ, തലമുറകൾ പാപത്തിലേക്ക് വീണു പോകാതെ അവരെ ദൈവസ്നേഹത്തിൽ നിറയ്ക്കാനായി സകല ജനവും ദൈവസ്നേഹം നിറയപ്പെടുവാൻ മത, സാമൂഹ്യ, സാംസ്കാരിക, ഇലക്ട്രോമാധ്യ, മീഡിയ രംഗത്ത് നിൽക്കുന്ന സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, എല്ലാ മത നേതാക്കന്മാർ, എല്ലാ ഭരണപക്ഷ പാർട്ടികളെയും കരങ്ങളിലേക്ക് ശൈശവത്തിൽ, ബാല്യ, കൗമാരി, യൗവനത്തിൽ, വാർത്തരസന യാചകർ, ഓർഫനേജ്, ഓൾട്ടേജ്, തടവറയിലായിരിക്കുന്ന കർത്താവിശ്വമായ എല്ലാ വ്യാപാരി, വഴിവെള്ള കച്ചവടക്കാരെ, കാർഷിക മേഖലയും ക്ഷീരമേഖലയിൽ ഇരിക്കുന്നവർക്കായി എല്ലാം, തൊഴിൽ മേഖലയിൽ തന്നെ ദേശരാജ്യത്തിൽ കഷ്ടം സഹിക്കുന്നു, വിസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിസ പാസ്പോർട്ടിന് ആഗ്രഹിക്കുന്നവർ, നാട്ടിൽ ഭാരപ്പെടും, മലയാളത്തിൽ കഷ്ടം സഹിക്കുന്നു, വിദേശ പീഡയിരിക്കും സൗര്യമാർ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വിധമായ കഷ്ടവാർത്തയ്ക്ക് ഭാരപ്പെടുന്നവർ, സർജറിയായി വിധപ്പെട്ട് കിടന്നവർ, സർജറി കൈ കിടക്കുന്നവർ, ആമി കർത്താവ് ആക്സിഡന്റ് പെട്ട് കിടക്കുന്നവർക്കായി, മാനസികമായി തകർന്ന് മാനസിക കിടക്കുന്നവരായി എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നിലയിലുള്ള ജനത്തെ വിടിവിക്കണമേ. ദേശക്കത്താൻ, കേരളത്തിൽ ദേശീയ കത്താൻ വേല സ്നേഹിച്ച് കടന്നു ദൈവത്തിന്റെ ദാസന്മാർ, അവരികൾ ഓർത്ത് പ്രാർത്ഥി സുവിശേഷമാകാൻ, ജയിൽ ശിക്ഷ അനുഭവിക്കാൻ ദൈവദാസന്മാർ എല്ലാവരും മോചനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ സ്നേഹത്തിന്റെ ആളുകളിലേക്ക് ജനം ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ ഭരണ സംവിധാനങ്ങൾ യേശുവിന്റെ സ്നേഹം അറിയണം. മദ്യരോഗികളെ, മയക്കുമരുന്ന് ലഹരി വിൽപ്പന ചെയ്യുന്ന തലമുറയെ, കുടുംബത്തെ നശിപ്പിക്കുന്ന ഘരാളന്മാരെ എല്ലാം ദൈവം സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ മനുഷ്യൻ മടങ്ങി വരട്ടനായി ഞാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.